ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിഫെസ്റ്റോ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ വിസസ് ക്ലബ് വർക്ക്സ് മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ എന്താ പറയാ, എന്തുവാടേ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഒരു സൈഡ് മെനക്കെട്ട് ഗോൾ അടിക്കുക, അടുത്ത സൈഡ് മെനക്കെട്ട് ഗോൾ വാങ്ങിക്കുക. ആ നാലാമത്തെ ഗോൾ ആ ഷെസ്നിയുടെ കാര്യം, അതെങ്ങാനും റഫറി ഫൗൾ വിളിച്ചില്ലെങ്കിൽ 4-3 എന്ന് പരാജയപ്പെട്ട മത്സരമായിരുന്നു. 3-3 രക്ഷപ്പെട്ടു തന്നെ പറയാം. എന്താ ഡിഫൻസ് കാണിക്കുന്നത്? നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാം. ഇമാതിരി ഡിഫൻസ്, ഒരു സൈഡ് എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത, ഒരു ബസ് പാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിച്ച് അവർ ഗോൾ അടിച്ച് എപ്പോ എത്തും, അപ്പോഴേക്കും ഇവിടെ അടുത്ത് വാങ്ങിച്ചു. ആ നാലാമത്തെ ഗോള് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് റഫറി സത്യം പറഞ്ഞാൽ ആ വാറ് കൊടുത്ത് ഭാഗ്യം എന്നല്ല പറയാം, അല്ലെങ്കിൽ അതൊരു ഗോളാണ് ക്ലിയർ. അത്ര വലിയ ഫൗളൊന്നും പറയാനില്ല. അത് ആ ഫസ്റ്റ് ടച്ച് എടുക്കുന്ന തന്നെ ആ പ്ലെയർ ആണ്. ഷെസ്നിയെ ഫൗൾ ചെയ്യുന്നുണ്ട്, മേലെ ടച്ച് ആവുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ ഇന്റർസെപ്ഷൻ, അങ്ങനെ ഒരു ഇതാണ്. ആ ഒരു ക്ലോസ് വാറിന് പോയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നാലാമത്തെ ഗോൾ വാങ്ങിയാൽ അവര് ഗംഭീര സെലിബ്രേഷൻ ആയിരുന്നു. നാലാമത്തെ ഗോൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യം കൊണ്ട് ക്ലബ് ബർഗസിന് ആ നാലാമത്തെ ഗോൾ അടിക്കാൻ പറ്റില്ല. പിന്നെ ബാഴ്സലോണയുടെ 1-2 ഗോളുകൾ പോസ്റ്റ്, എനിക്കതിൽ എടുത്തു പറയേണ്ട എർഗ്രാസിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. വാട്ട് എ ഷോട്ട് മാൻ! അതൊക്കെ ഒരു ഗോൾ ആവുകയാണെങ്കിൽ ബിസ്ക്കറ്റ്സ് അവാർഡ്സിന് എന്തായാലും ആ ഒരു ഷോട്ട് പായിച്ചത് സെന്ററിന്ന് കുറച്ച് ഒരു 10 മീറ്ററോ അല്ലെങ്കിൽ 20 മീറ്ററോ അകലെ വെച്ചിട്ടാണ് ഈ ഒരു ഷോട്ട് പോയത്. ഗോൾ കീപ്പറേയും മറികടന്ന്. എനിക്ക് ഈ ഷോട്ട് കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം റഫീനിയ നമ്മുടെ ഇന്റർ മിലാനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സൂമർ ഡൈവ് ചെയ്തിട്ട് അത് സൂമറിന്റെ ബാക്കറ്റ് തട്ടി വീണ്ടും പോസ്റ്റ് തട്ടിയിട്ട് പുള്ളി കയറുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ഗോളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നും ഹെമാലിനെ കൊണ്ട് 90 മിനിറ്റ് കളിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കുക. ചങ്ങായൊക്കെ മനുഷ്യന്മാരാണ്. ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ആയിട്ട് ഇപ്പോ സ്പെയിനിന്റെ നാഷണൽ ടീമിൽ തന്നെ കോച്ച് പറഞ്ഞിട്ട് ഇന്നത്തെ കളി കളിക്കുകയാണെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിന് സ്പെയിനിൽ ഹെമാൽ ഉണ്ടാവണമെന്ന്. അപ്പൊ ഒരു കളിക്ക് ഒരു റൂണി ഉണ്ട്, റൂണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അവിടെ ഫെറാനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, ലെവൻഡോസ്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു, അതേപോലെ തന്നെ റാഷ്ഫോർഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതേപോലെ തന്നെ എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവസാനം 3 മിനിറ്റ് കളി അവസാനിക്കുന്ന ജെറാർഡ് മാർട്ടിനെയൊക്കെ എന്തിനാ കൊണ്ടുവന്നത് എനിക്ക് ഒരു പിടുത്തില്ല. ഒരു 3 മിനിറ്റേ ഉള്ളൂ. ആ സമയത്തെങ്കിലും ഈ ചങ്ങായിക്ക് റെസ്റ്റ് കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് കിട്ടാതെ ഇത് ഫോം ഔട്ട് ആകുമ്പോൾ എല്ലാ പഴിയും കൂടി ഇയാളുടെ തലയ്ക്ക് അങ്ങനെ കിട്ടും. അതിനുള്ള ഉറപ്പാടാണ്. എന്താ പറഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിരിക്കും. എന്നിട്ട് എനിക്ക് ഈ ഒരു ഓഫ്ലൈൻ ട്രാപ്പ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൽ ഷേപ്പിൽ ഓഫ്ലൈൻ ട്രാപ്പ് ഇത് നിങ്ങൾ നോക്കി, ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ എൽ ഷേപ്പില് കഴിഞ്ഞ സീസണിൽ കുബാർസിയും ഇനിഗോ മാർട്ടിനസും കുണ്ടയും പാൾഡയും ഇവര് 4 പേര് ഒരു സ്കെയിലിൽ വരച്ച ആ ഒരു വര, അതിൽ ഒരുപാട് പേര് ട്രാഫിക് കുടിക്കുന്നുണ്ട്. ഇതെല്ലാം ഹൻസി ഫ്ലിക്കിന്റെ ഓരോ സീസണിലും, ബയണിലായിക്കോട്ടെ അതേപോലെ ജർമ്മനിലായിക്കോട്ടെ, ഫസ്റ്റ് സീസണിൽ ഭയങ്കര ക്ലിക്കായിരുന്നു. സെക്കൻഡ് സീസൺ മുതൽ അടി വാങ്ങാൻ തുടങ്ങിയാണ്. അപ്പൊ ഇത് മാറ്റി ചിന്തിച്ചില്ലെങ്കിൽ ഹൻസി ഫ്ലിക്കിന്റെ അവസാന സീസണായിരിക്കും ഇത്. മിക്കവാറും ഇത്രയും ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ട് സീസൺ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അപ്പൊ ഇനി വരും മത്സരങ്ങളിൽ, ഇനിയിപ്പോ അടുത്ത മത്സരം ചെൽസിയാണ്. ചെൽസി ഇന്ന് 2-2 സമനിലയിലാണ് പെട്ടിരിക്കുന്നത്. ചെൽസി 13ാം സ്ഥാനത്തും 12ാം സ്ഥാനത്താണ് ബാഴ്സ നിൽക്കുന്നത്. അടുത്ത കളി 2 പേർക്ക് നിർണായകമാണ്. അടുത്ത കളി ജയിക്കുക എന്നുള്ളത്, ജയിച്ചിട്ട് 8ലേക്ക് കയറുക എന്നുള്ളൊരു കടമ്പയാണ് 2 ടീമിനോട് ഇതുള്ളത്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു കളിയായിരിക്കും ചെൽസി ബാഴ്സലോണ. അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കളിയാണ്. അപ്പൊ ഇന്നത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഡിഫൻസ് മുതൽ ഗോൾ കീപ്പർ, ഇപ്പൊ ഷെസ്നി കഴിഞ്ഞ സീസണിൽ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നെ ഈ സീസണിൽ ഭയങ്കര മോശമെന്നുള്ള പെർഫോമൻസ് ഒക്കെ സോഷ്യൽ മീഡിയക്ക് വരാൻ തുടങ്ങി. 16 മത്സരങ്ങളിൽ നിന്ന് 30-ലേറെ ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ഇത് ഷെസ്നിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ ഓഫ്ലൈൻ ട്രാപ്പ്, നമ്മുടെ ഡിഫൻസിന്റെ പ്രശ്നമാണ്. ആ ഒരു 3ാമത്തെ ഗോള് ക്ലബ്ബർസ് അടിക്കുന്ന സമയത്ത് ബാൾഡെയാണ് ആ അറ്റാക്കറിന്റെ പിന്നാലെ ഓടിപ്പോകുന്നത്. ജസ്റ്റ് ഒന്ന് അവരെ പിടിച്ചിടാനോ ഒന്ന് ടാക്കിൾ ചെയ്യാനോ ഈ ചങ്ങായി പിന്നാലെ ഓടി വരാം. ഇതെന്താ റേസോ, റണ്ണിങ് റേസോ 100 മീറ്ററിന്റെ? എനിക്ക് വല്ലാത്തൊരു തോന്നിയതാ. ഒരു ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡല്ലേ കിട്ടുന്നുള്ളൂ, ഒരു ഗോൾ തന്നെ രക്ഷപ്പെടുന്നത്, ഒരു ഫ്രീ കിക്ക് അല്ലേ വരുന്നത്. ഇത് ഷെസ്നി മാത്രം ഫണ്ടിലുള്ളൂ. അത് ഷുവറായിട്ട് ഗോൾ ആവുകയും ചെയ്തു. അതേപോലെ ഷെസ്നിയുടെ ബോഡി ഇതൊക്കെ മാറിയിട്ടുണ്ട്. എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ ഫ്രഷ് ആയിട്ടുള്ള ചങ്ങായിരുന്നു വന്നിട്ടുണ്ടായത്. ഇപ്പൊ ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളും. ഇപ്പൊ ഗോൾ കീപ്പർ, സെക്കൻഡ് ഗോൾ കീപ്പർ ഇല്ല ഇവിടെ ബാഴ്സയ്ക്ക്. ഇപ്പൊ എനിക്ക് പിന്നെ അവിടെ പോയി കളിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റേഗൻ റെസ്റ്റിലാണ്. പിന്നെ ബാഴ്സയുടെ ബി ടീമിലൊക്കെയാണ് തേർഡ് ഗോൾ ആയിട്ടാണ് തേർഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹൻസി ഫ്ലിക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഗതിയൊക്കെ അവസാനം ഇന്നത്തെ കളി ശരിക്കും കണ്ട ഇന്റർ മിലാൻ വിസസ് ബാഴ്സലോണ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ എന്താണോ അതന്നെയാണ് ഇന്നത്തെ കളി ക്ലബ്ബർക്ക് എടുത്തത്. കറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്യുക, അതേപോലെ ഫിസിക്കൽ ഗെയിം കളിക്കുക, അതേപോലെ പാസുകൾ
കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടുക. ഇതൊക്കെയായിരുന്നു ഉണ്ട്. അതൊക്കെ സുന്ദരമായിട്ട് അവതരിച്ചു. യമാലിന്റെ സൈഡിൽ ഒരു സൈഡ് ബോൾ കിട്ടുന്നത്, യമാൽ ഫസ്റ്റ് ഹാഫിൽ നിറമങ്ങിയ തന്നെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ഒരു ഗോളും ഒരു ഗോൾ വരാനുള്ള വഴിയും ഉണ്ടാക്കി. അങ്ങനെയാണ് ബാസിക്ക് അത് യമാലിന്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ കയറുന്നുണ്ട്. പക്ഷെ യമാലിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് 3-4 പ്ലേയേഴ്സാണ് വരുന്നത്. അവിടെയാണ് റഫീനയുടെ ഇത് നമുക്ക് അറിയുന്നത്. റഫീന ആ സമയത്ത് ഫ്രീ ആവുന്ന, റഫീന സ്കോർ ചെയ്ത് കഴിഞ്ഞ സീസണിലുണ്ടായ സംഭവമാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനമില്ല. ഇപ്പൊ റീബൗണ്ട് വരുമ്പോഴും അതേപോലെ ഡിഫൻസിൽ കടന്ന് ബോള് തട്ടിത്തെറിച്ച് വരുമ്പോഴൊക്കെ ബാഴ്സയുടെ ഒരു പ്ലെയർ അത് അടിച്ച് ഗോളാക്കാൻ അവിടെ ഇല്ല പെനാൽറ്റി ബോക്സിൽ. ഫെറാൻ ടോറസ് ആണെങ്കിൽ ഓഫ് ദ ബോളിൽ 0 ആണ്. അതോടെ റാഷ്ഫോർഡ് നല്ല ഫോമിൽ നല്ല കളിയെ കളിച്ചു വെച്ചു. പക്ഷെ എന്നാലും ആളുടെ ഒരു പ്രസ് ചെയ്യാൻ കണ്ടല്ലോ. ഈ എതിർ ടീമിനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോൾ റിക്കവർ ചെയ്ത് കിട്ടുന്നത്. അത് ഇപ്പോഴും മനസ്സിലാക്കാം. കഴിഞ്ഞ സീസണിൽ ഇവരൊക്കെ കളിച്ചതാണ്. അതേപോലെ ബാൾഡേനെ ഇന്ന് ഇന്റർസെപ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോച്ചിന്റെ നിർദ്ദേശപ്രകാരം ഇവർ കളിക്കുന്നത്. പക്ഷെ ഡിഫൻസിൽ വരുമ്പോൾ ഇവിടെ ബാൾഡേക്ക് പകരം വേറെ ആരെങ്കിലും എത്തണം, അത് എത്തുന്നില്ല. ഈ മിഡ്ഫീൽഡിലെ പെഡ്രിയുടെ അഭാവം ഒരു പരിധിവരെയൊക്കെ ഡിജോണ് നികത്തുണ്ടെങ്കിലും അതിനൊത്ത് നമ്മുടെ ഈ ചങ്ങായി എത്തി വരുന്നില്ല. നേരത്തെ പെഡ്രിയും ഡിജോണായിട്ടുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു. അതേപോലെ കസാഡോയും ഡിജോണും തമ്മിലൊരു കോംബോ എത്തുന്നില്ല. എന്നാൽ കസാഡോ ഇത് കണ്ടില്ലേ, ഇനി അടുത്തൊരു മിഡ്ഫീൽഡർ ഇല്ല അവർക്ക്. അതാണ് പ്രശ്നം. മിഡ്ഫീൽഡർക്ക് ഇനിയിപ്പോ ബാഴ്സ ലാമാസിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം. അതേപോലെ ഇന്നലെ ഫെർമീൻ ഇന്ന് 2 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആശാൻ ഒരു കളിയിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇപ്പൊ ഇരിക്കുന്നില്ല. അപ്പൊ ബാഴ്സയുടെ അറ്റാക്കിംഗിലേക്ക് ഇപ്പോ മിഡ്ഫീൽഡിൽ അത്യന്താപേക്ഷിതമാണ്. ഇനി ആ ചങ്ങാതിന് 90 മിനിറ്റ് കളിപ്പിച്ച് ഒരു പരിക്കായി കഴിയുമ്പോൾ പുറത്തിരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഷെഡ്യൂൾഡ് ഇനി ആൾക്കാരുള്ളപ്പോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാ. ഇനി ഷെഡ്യൂൾഡ് ടൈറ്റ് വരാൻ പോകുന്നു. സീസൺ തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളൊക്കെ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് ആയിട്ടുള്ളൂ. അതേപോലെ ലീഗുകൾ 10 മത്സരങ്ങൾ, ഇനി ഒരുപാട് മത്സരങ്ങൾ കഴിയാനുണ്ട്. നമുക്ക് സ്കോഡ് ഡെപ്ത് അത്രേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടന്നാലേ പണി പാളാതിരിക്കുള്ളൂ. അല്ലെങ്കിലോ ഇതേപോലെ ഇനിയും നമ്മൾ ഇന്നൊരു കംബാക്ക് ഒക്കെ വന്നു ശരിയാണ്. പക്ഷെ അത്ര രസമുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കംബാക്കുകളൊന്നും അല്ല. ഇത് ആവശ്യമില്ലാത്ത ഗോളുകളാണ് ഇവിടെ കൺസിഡർ ചെയ്ത് 3 ഗോളുകളും. ഈ ഓഫ്ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകളും പഠിച്ചുകൊണ്ടിരിക്കുക. അൻസിഫ്ലിക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ അവസാന സീസൺ ആയിരിക്കും ഇത്. അതിൽ യാതൊരു സംശയമില്ല. യമാലും കുണ്ടായിട്ടുള്ള ആ ഒരു കോംബോ ഈ കളിയിൽ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. കഴിഞ്ഞ സീസണിനെ പോലെ ഒന്ന് നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൽ കുണ്ടയുടെ ഒരു ഫസ്റ്റ് ഹാഫിലാണ് തോന്നുന്നത് ഒരു ഷോട്ട് ബോക്സിൽ തട്ടി തെറിച്ച് പോകുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് 2-3 ഷോട്ടുകളാണ് ബാറിൽ തട്ടി തെറിക്കുന്നത്. അപ്പൊ ഞാനിന്ന് വിചാരിച്ചു നിർഭാഗ്യം ഇന്ന് പണി പാടി. അതേപോലെ യമീലമാലിന്റെ പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചൊരു സൂപ്പർ ചാൻസ് കിട്ടും, ഗോൾഡൻ ചാൻസ് കിട്ടുന്നത്. അത് നേരെ അടിച്ചു കൊടുത്ത് ഗോളിയുടെ നേരിട്ടാണ്. അതേപോലെ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫെറാൻ ടോറസിന് സുന്ദരമായ 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഗോളാക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു നിർഭാഗ്യം കൂടിയുണ്ട്. ഭാഗ്യത്തിനാണ് 3-3 അവസാനിച്ചത്, അല്ലെങ്കിൽ തോൽവിയുമാണ് തന്നെ. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അതേപോലെ റാഷ്ഫോർഡും ബാൽഡയും തമ്മിലുള്ള കോംബോ ഇത് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ബാൽഡ ഇന്റർസെപ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ റൈറ്റ് ഷൂട്ടിൽ ബോൾ അടിക്കാൻ പറ്റാത്ത ബാൽഡയുടെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നെഗറ്റീവായിട്ട് ഞാൻ കാണാൻ പറ്റുന്നത്. അതുപോലെ ആ സമയത്ത് ചിലപ്പോൾ റൈറ്റ് ഷൂട്ട് അടിക്കേണ്ട ചാൻസ് ഒക്കെ ഫ്രീ പോസ്റ്റിൽ ഇല്ലാതെ വരുന്ന സമയത്ത്, ഡിഫൻഡർമാരുടെ ഇല്ലാതെ വരുന്ന സമയത്ത് ആള് ലെഫ്റ്റ് ഫുട്ടിലേക്ക് ആക്കി തിരിഞ്ഞടിക്കുമ്പോഴേക്കും അവിടെ ബ്ലോക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ കുറെ ഗോളുകൾ അടിക്കാൻ പറ്റുന്നുണ്ട് ബാൽഡയുടെ കാര്യത്തിൽ. അപ്പൊ ബാൽഡ കുറച്ച് ഇറങ്ങി കളിക്കുന്നതിന് നല്ലത്. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ക്ലബ് വർക്ക് 11 ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. അതിൽ 6 ഓൺ ടാർജറ്റിലേക്ക് പോയത്. 23 ഷോട്ടുകളാണ് ബാഴ്സ എടുത്ത്. അതിൽ 7 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. 23% പൊസിഷൻ ഉണ്ടായത് ക്ലബ് വർക്ക്. 77% ബാഴ്സയുടെ കയ്യിലായിരുന്നു ബോൾ. ആലോചിക്കണം. എന്നിട്ടാണ് ഒരു 3 ഗോൾ, 23% ബോൾ പൊസിഷൻ വെച്ചിട്ടാണ് 3 ഗോൾ അടിച്ചിരിക്കുന്നത്. പാസിംഗ് നോക്കുകയാണെങ്കിൽ 173 പാസുകൾ മാത്രമേ ക്ലബ് വർക്ക് ചെയ്യുന്നുള്ളൂ. 678 പാസുകൾ. അതിൽ കുറെ ഈ ബാക്ക് പാസുകളുടെ ഘോഷയാത്രയിൽ നിന്ന് പഴയ ബാഴ്സിനൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അതേപോലെ തന്നെ 80% പാസിംഗ് അക്യുറസി ഉണ്ടായ സമയത്ത് ബാഴ്സ 94% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഫൗള് കമ്മിറ്റ് ചെയ്തത് ക്ലബ് വർക്ക് 10 ആയിക്കോട്ടെ, ബാഴ്സ 6 യെല്ലോ കാർഡ് 2, ബാഴ്സയ്ക്ക് 3. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 ഓഫ് സൈഡ് ലാപ്പിൽ നിന്നും വലിയ കാര്യത്തിൽ വിജയിച്ചിട്ടില്ല. അവരനുസരിച്ചുള്ള കളിയായിരുന്നു. അതേപോലെ തന്നെ കോർണേഴ്സ് വിൻ ചെയ്തത് ബാഴ്സ 3 അതേപോലെ തന്നെ ക്ലബ് വർക്ക്സ് ഒന്നും വിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയുടെ വില. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ബാഴ്സയുടെ പോക്ക് എങ്ങോട്ടാണ്? ഇതിപ്പോ വലിയ ടൈറ്റ് മത്സരം. ഇനി അടുത്ത ചെൽസി ഉണ്ട്, പിന്നെ എൽ ക്ലാസിക്കോ വരാനുണ്ട്. ഇനി അടുത്ത റൗണ്ടുകളിൽ വലിയ ക്ലബ്ബുകളും ആയിട്ടൊക്കെ കളി വരുന്നുണ്ട്. അപ്പൊ ബാഴ്സയുടെ ഈ സീസണിലുള്ള പോക്ക് എങ്ങോട്ടാണ്? ഇപ്പൊ റഫീന വരാതെ ബാഴ്സയുടെ കളിശൈലിയിൽ മാറ്റം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന വിശേഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കുക.